കട്ടപ്പന ടൗണിലെ മാലിന്യം നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നഗരസഭാ ചെയർപേഴ്സന്റെ അധ്യക്ഷതയിൽ നഗരസഭയിൽ വ്യാപാരികളുമായി ചർച്ച നടത്തി. കഴിഞ്ഞ ദിവസം മുതലാണ് കട്ടപ്പന നഗരത്തിലെ ജൈവ മാലിന്യം നീക്കാൻ സ്വകാര്യ ഏജൻസിക്ക് നഗരസഭാ അധികൃതർ അനുമതി നൽകിയത്. വ്യാപാരികൾക്ക് അനുകൂലമായ തീരുമാനമെടുക്കുമെന്ന് നഗരസഭ അറിയിച്ചു. യൂസർ ഫീ ഈടാക്കിയാണ് വ്യാപാര സ്ഥാപനങ്ങൾ നഗരത്തിനുള്ളിലെ വീടുകൾ, അപ്പാർട്ട്മെന്റുകൾ എന്നിവയിൽ നിന്നും മാലിന്യം ശേഖരിക്കുന്നത്. മുമ്പ് പന്നിഫാം ഉടമകളായിരുന്നു ഇത്തരത്തിൽ മാലിന്യം ശേഖരിച്ചുകൊണ്ടിരുന്നത്. നഗരസഭയുടെ ഈ പുതിയ പരിഷ്കരണത്തിനെതിരെ ശക്തമായ പ്രതിഷേധവും ഉയർന്നിരുന്നു. ഇതിന്റെ ഭാഗമായാണ് നഗരസഭാ ചെയർപേഴ്സന്റെ അധ്യക്ഷതയിൽ വ്യാപാരികളുമായി ചർച്ച നടത്തിയത്. അമിത ഭാരവും വ്യാപാരികളിലോട്ട് അടിച്ചേൽപ്പിക്കുന്ന ഒരു നിലപാടാണെന്നും അത് വ്യാപാരികൾക്ക് താങ്ങി മുമ്പോട്ട് പോകാൻ കഴിയുന്നതല്ലെന്നും വ്യാപാരികൾ കടയടച്ചു പോകുന്ന ഒരു അവസ്ഥയിലോട്ട് വരുമെന്നും കട്ടപ്പന നഗരസഭയെ വ്യാപാരി വ്യവസായി സമിതി അറിയിക്കുകയുണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് വ്യാപാര നേതാക്കന്മാരെയും വ്യാപാരികളെ സംഘടിപ്പിച്ച് കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടക്കുകയുണ്ടായി. ചർച്ചയിൽ അടിയന്തര പ്രാധാന്യത്തോടുകൂടി നാളെ കൗൺസിലിൽ ചർച്ച ചെയ്ത് വ്യാപാരികൾക്ക് അനുകൂലമാകുന്ന രീതിയിലും പൊതുജനങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ ഒരു തീരുമാനമെടുക്കാമെന്ന് കട്ടപ്പന നഗരസഭയെ അറിയിച്ചിട്ടുണ്ട്. ആ ഒരു രീതിയിലുള്ള തീരുമാനമെടുത്ത് ഈ വ്യാപാര സമൂഹത്തെ സംരക്ഷിക്കണമെന്നും കട്ടപ്പന നഗരസഭയെ വ്യാപാരി വ്യവസായി സമിതി അറിയിച്ചിട്ടുണ്ട്. ഈ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയും ഈ വ്യാപാരികളോടൊപ്പം തുടർന്നും ഈ സമര പരിപാടികളുമായിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നതിന് വരെ ഉണ്ടാകുമെന്നും വ്യാപാരി വ്യവസായി സമിതി. സ്വകാര്യ ഏജൻസി വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് മാലിന്യം ശേഖരിക്കാനെത്തുകയും യൂസർ ഫീ നൽകാൻ വ്യാപാരികൾ തയ്യാറാവാതെ വന്നതോടെ പൊതുമാർക്കറ്റിലടക്കം മാലിന്യം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണുണ്ടായത്. വിഷയത്തിൽ നഗരസഭയുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ നടപടിയുണ്ടാകുമെന്നാണ് വ്യാപാരികൾ പ്രതീക്ഷിക്കുന്നത്. വ്യാപാര സമൂഹം നേരിടുന്ന ജൈവമാലിന്യ സംസ്കരണ പ്രശ്നവുമായിട്ട് ഇന്ന് മുനിസിപ്പാലിറ്റി വിളിച്ചുകൂട്ടിയ യോഗത്തിൽ പങ്കെടുക്കാനാണ് ഞങ്ങൾ എത്തിയത്. വളരെ ബുദ്ധിമുട്ടായ പച്ചക്കറി വ്യാപാരികൾ അനുഭവിക്കുന്ന കഷ്ടതകളും ബുദ്ധിമുട്ടുകളും അവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന് ശക്തമായ ഒരു നിലപാടുമായിട്ട് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പോകും. ഉറപ്പായിട്ടും അവരുടെ വ്യാപാരികളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അത് ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ്. മുനിസിപ്പാലിറ്റി ഉറപ്പുകൾ പലതും തന്നിട്ടുണ്ട്. അതൊക്കെ നടക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ ഞങ്ങളിപ്പോൾ ഇത് നാളെ കൗൺസിൽ കൂടി അവരാലോചിച്ച് കാര്യങ്ങൾ അറിയിക്കാമെന്ന് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും പ്രതിസന്ധി ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ചർച്ച നടത്തിയത്. ടൗണിലുള്ള പ്രത്യേകിച്ച് പച്ചക്കറി വ്യാപാരികൾ, പന്നി കർഷകർ ഉൾപ്പെടെയുള്ള ഈ കർഷകരുടെയും വ്യാപാരികളുടെയും വിഷമതകൾ ആ ചർച്ചയിലുണ്ടായി. അതിനാവശ്യമായിട്ടുള്ള അവർക്ക് സഹായകരമായ രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ഇന്ന് കോൺഗ്രസ് പാർട്ടി പാർലമെൻ്ററി പാർട്ടി യോഗം തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് വ്യാപാരികളുടെ ഉൾപ്പെടെയുള്ള മീറ്റിംഗ് മുനിസിപ്പാലിറ്റി വെച്ച് നടക്കുകയുണ്ടായി. അതിനകത്തും അവരുടെ ആശങ്കകൾ പങ്കുവച്ചു. ഭരണസമിതി അവർക്ക് അനുകൂലമായ ഉചിതമായുള്ള നിലപാടുകൾ സ്വീകരിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത ദിവസം നടക്കുന്ന കൗൺസിലിൽ എല്ലാ കൗൺസിലർമാരും ചേർന്നുകൊണ്ട് അനുകൂലമായ നിലപാട് വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അടുത്ത ദിവസം അടിയന്തര കൗൺസിൽ ചേർന്ന് വ്യാപാരികൾക്ക് അനുകൂലമായ തീരുമാനമെടുക്കുമെന്നാണ് നഗരസഭയിൽ നിന്നും അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.